ഒരു ദിവസം കുറ്റിച്ചെടികളുടെ മറവിൽ കിടന്നുറങ്ങുകയായിരുന്ന സിംഹം കോട്ടുവായിട്ട് മൂരി നിവർന്ന് ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിനു നന്ദി, നല്ല ശക്തനായതുകൊണ്ട് ഈ ഭൂമിയിൽ ആരെയും ഞാൻ പേടിക്കേണ്ടതില്ല. ഞാൻ ഈ നശിച്ച കൊതുകുകളെ പോലെയല്ല, ഇവർക്ക് എല്ലാവരെയും പേടിയാണ്. കാരണം ആർക്കു വേണമെങ്കിലും അവരെ ഒറ്റയടിക്ക് കൊല്ലാം. കൊതുകുകൾ അത് കേട്ട് അവരെക്കുറിച്ച് അത്ര മോശമായി സിംഹം സംസാരിച്ചതിൽ അവർക്ക് ദേഷ്യം തോന്നി. നീ ശക്തനായതുകൊണ്ട് ആർക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല എന്ന് വിചാരിക്കണ്ട സിംഹമേ, ഒരു കൊതുകു പറഞ്ഞു. ഞങ്ങൾ ചെറിയവരാണെന്നുള്ളത് സത്യം തന്നെയാണ്, എന്നാലും നിന്നെ തോൽപ്പിക്കാൻ ഞങ്ങൾ മതി. ചീ, ശബ്ദിക്കരുത്, സിംഹം കോപത്തോടെ ഗർജിച്ചു. സൂക്ഷിച്ചു സംസാരിക്കണം. എൻ്റെ ഒരു കൈ കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ അരച്ചു കളയും. കൊതുകുകൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അവരുടെ നേതാവ് പറഞ്ഞു: സുഹൃത്തുക്കളെ, വരുവിൻ, നമുക്ക് ഈ സിംഹത്തെ ഒരു പാഠം പഠിപ്പിക്കാം. മരിക്കുന്നതുവരെ ഇനി ഈ സിംഹം നമ്മളെ കളിയാക്കാൻ ധൈര്യപ്പെടരുത്. കൊതുകുകളെല്ലാം കൂടി സിംഹത്തിന്റെ നേർക്ക് പാഞ്ഞു ചെന്നു. സിംഹത്തിനെ തുരുതുര കടിക്കാൻ തുടങ്ങി. സിംഹം വാലിട്ടടിച്ചു, അവരെ കൈപൊക്കി അടിച്ചു വീഴ്ത്തി, നിലത്തുരുണ്ട് അവരെ ചതച്ചു, പല്ലുകടിച്ചു. എന്നിട്ടും കാര്യമുണ്ടായില്ല. കുറച്ചു കൊതുകുകൾ ചത്തു, പക്ഷേ അവ കൂട്ടമായി സിംഹത്തിനെ പൊതിഞ്ഞു. സിംഹം ഉയരത്തിൽ ചാടുകയും കുറ്റിച്ചെടിയെ ചുറ്റി ഓടുകയും ഒക്കെ ചെയ്തു. പക്ഷേ കൊതുകുകൾ പിന്തുടർന്ന് കടിച്ചു. അവസാനം അവരെ എതിർത്തു ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ സിംഹം അവരോട് കേണപേക്ഷിച്ചു: ദയവ് ചെയ്തു നിർത്തൂ, എന്നെ വെറുതെ വിടൂ. ഞാൻ നിങ്ങളെ കളിയാക്കിയതല്ല, സത്യമായുമല്ല. ദൈവത്തെ വിചാരിച്ച് എന്നോട് ദയവ് കാട്ടുക. കൊതുകുകൾ സിംഹത്തിനെ വിട്ട് ഒരു വലിയ മേഘം പോലെ ആകാശത്തുയർന്നു. പറന്നു പോകുന്നതിനു മുമ്പ് അവർ ഇത്രയും പറഞ്ഞു: സിംഹമേ, ഇനി നീ നിന്റെ ശക്തിയെക്കുറിച്ചോ ബുദ്ധിയെക്കുറിച്ചോ ഒരിക്കലും പൊങ്ങച്ചം പറഞ്ഞു നടക്കരുത്.